ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വാല്യൂ സിസ്റ്റം. നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വാല്യൂ സിസ്റ്റം ബിൽഡ് ചെയ്യണം. നിരവധി പേർക്ക് വാല്യൂ സിസ്റ്റം ഓൾറെഡി ഉണ്ടാവും. അവർക്ക് ടോപ്പ് പ്രയോറിറ്റി ആൻഡ് മിഡിൽ ലെവൽ പ്രയോറിറ്റി ആൻഡ് ബോട്ടം പ്രയോറിറ്റി എന്ന് പറഞ്ഞ് 3 രീതിയിലായിരിക്കും അത് തരം തിരിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വാല്യൂ ബേസ് സിസ്റ്റമാണ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു വാല്യൂ ബേസ് സിസ്റ്റം ഉണ്ട്. അതാണ് ജീവിതത്തിൽ പല സക്സസ്ഫുൾ ആളുകളും തുടർന്ന് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. സോ അത് എന്താണ് ഈ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ വാല്യൂ ബേസ് സിസ്റ്റം എന്നുള്ളതിനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ വാല്യൂ ബേസ് സിസ്റ്റം ഇത് വെച്ചായിട്ട് ആയിരിക്കണം ഡെയിലിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടു ഡു ലിസ്റ്റ് എന്നുള്ള ലിസ്റ്റ്. സോ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണ്? നേച്ചർ, പ്രകൃതിക്കാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ ടോപ്പ് പ്രയോറിറ്റി പ്രകൃതിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് നമ്മൾ മരങ്ങൾ നടുക. മരങ്ങൾ നട്ട് അതിന് വേണ്ടതായ ഫെർട്ടിലൈസറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് അതിനെ വളർത്തിയെടുക്കാനുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മരം നട്ടത് കൊണ്ട് പോരാ, അതിന് വെള്ളമൊഴിക്കണം. അതിനെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് വളർത്തുന്നതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ടത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആര് ചെയ്യുന്നു അവർക്ക് സഹായം ചെയ്യാൻ പൈസയായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വേൾഡിൽ മൊത്തം നിരവധി ഓർഗനൈസേഷൻ ഇതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ള ആ മരത്തിന് വേണ്ടിയുള്ള കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മരം നട്ട് വളർത്തിക്കോളും. നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനുള്ള സ്ഥലമില്ലെങ്കിൽ, തീർച്ചയായും നമുക്കതിന് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തി നമ്മളെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതലുള്ള നമുക്കുള്ളൊരു സന്തോഷം ലഭിക്കുക, അതിൻ്റെ വളർച്ച കാണുമ്പോഴും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ. സോ ഇത് കഴിഞ്ഞാൽ അടുത്ത നിങ്ങളുടെ പ്രയോറിറ്റി എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി തന്നെയാണ്. സ്പിരിച്വാലിറ്റി കഴിയുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും അതുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൂന്നാമതായിട്ട് നിങ്ങളുടെ ഹെൽത്ത്. നിങ്ങൾ ഹെൽത്തിയായി ഇരുന്നാൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. നാലാമതായിട്ട് നിങ്ങൾക്കുള്ളത് ഫാമിലിയുടെ കാര്യങ്ങളിൽ എന്തെല്ലാം ചെയ്യണം, അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണം, കുട്ടികൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരിക്കണം അടുത്ത നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ടത്. ഫാമിലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലെ ആദ്യത്തെ പ്രയോറിറ്റി കസ്റ്റമർ ഇല്ലെങ്കിൽ, കസ്റ്റമേഴ്സാണ് എല്ലാവർക്കും ശമ്പളം തരുന്നത് എന്നുള്ള നിശ്ചയമായ ഒരു വിശ്വാസം എല്ലാ സ്റ്റാഫിനും, അത് മുതലാളിയാണെങ്കിൽ പോലും, അത് മുതലാളിയുടെ ഫാമിലി ആണെങ്കിൽ പോലും, കസ്റ്റമർ ഇസ് ദ കിങ് ആൻഡ് ക്വീൻ. അവരാണ് നമുക്ക് ശാപ്പാടിടുന്ന ആളുകൾ എന്നുള്ള ചിന്തന നമ്മുടെ മനസ്സിലുണ്ടാകണം. അവരോട് ഇൻറ്റിഗ്രിറ്റി, വിശ്വസനീയമായ രീതിയിൽ പെരുമാറണം. ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വിശ്വസനീയമായ പ്രവർത്തനങ്ങളാണ് നമ്മളിൽ നിന്ന് അവർക്ക് ഉണ്ടാകേണ്ടത്. സോ നമ്മളത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്റ്റാഫാണ്. കാരണം സ്റ്റാഫാണ് നമ്മുടെ പില്ലേഴ്സ്. അവരാണ് നമുക്ക് ഒരു ഓണറെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും കസ്റ്റമറെ സർവീസ് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അപ്പോൾ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഒരു പ്രയോറിറ്റി നമ്മൾ കാണണം. ഇത് കഴിഞ്ഞിട്ട് കസ്റ്റമർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി ഈ നിശ്ചയിച്ച രീതിയിൽ നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി നിശ്ചയിക്കണം ഒരു ദിവസം. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനം എന്തെല്ലാം എന്നുള്ളത് നമ്മൾ കാണുന്നത്. ഞാൻ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ, അത് നിങ്ങളുടെ ബിസിനസ്സുകളുടെ അനുസരിച്ചായിരിക്കും ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പറയുന്ന മിഡ് ലെവൽ എന്ന് പറയുന്നതാണ് പത്രം വായന. അത് ഏത് പത്രം? ബിസിനസ് പത്രങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതേമാതിരി ബിസിനസ് മാഗസീൻസ് വായിക്കാൻ ശ്രമിക്കുക. ബിസിനസ് ന്യൂസ് കാണുക, പോസിറ്റീവ് ന്യൂസ് വായിക്കുക. സോഷ്യൽ മീഡിയയിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളിൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് എടുത്താൽ മതി. തേർഡ് ആൻഡ് ദ ലാസ്റ്റ് പ്രയോറിറ്റിയാണ് എൻ്റർടൈൻമെൻറ്റും മറ്റുള്ള കാര്യങ്ങളും, പുറത്തു പോവുക, ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളെല്ലാം. ഫൈനലി അത് ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വയ്ക്കുക.
ഈ രീതിയിൽ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതനുസരിച്ച് വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് വരും. ഞാൻ പറഞ്ഞതെല്ലാം വേരിയസ് വാല്യൂ ബേസ്ഡ് സിസ്റ്റം, പല സക്സസ്ഫുൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം, അവർ വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. മാത്രമല്ല, ഒരു ബിസിനസ്സുകാർ എപ്പോഴും ഹമ്പിളായിട്ട് ജീവിക്കാൻ പഠിക്കണം. ബിസിനസ്സിൽ എന്തിനാണ് നമുക്ക് ഈ വലിയ ഒരു റോൾസ് റോയ്സ് കാറും അല്ലെ വലിയ ബംഗ്ലാവും? ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിന് ആദ്യം ആവശ്യമില്ല. നമ്മുടെ പ്രവർത്തനം, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പറ്റിയുള്ള ഒരു ട്രസ്റ്റ് ക്രിയേഷൻ, അത് മൗത്ത് പബ്ലിസിറ്റിയായി മാറും. കൃത്യസമയത്ത് പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ അഡ്വാൻസായിട്ട് ഒരു പണം കൊടുത്തേ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളൂ എന്നെല്ലാം പറയുന്നതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയരഹസ്യം. അവർക്ക് കറക്റ്റായിട്ട് വെൻഡേഴ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബിസിനസ്സിന് വലിയ പ്രയോജനം ചെയ്യും. കൂടാതെ വെണ്ടറും ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകണം. അവരെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് വളരാൻ കഴിയില്ല. തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പാണ് നമ്മുടെ നിലനിൽപ്പ്. ആ രീതിയിൽ വേണം അവരോടൊരു പ്രൈസ് നെഗോസിയേഷൻ നടത്താനും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിക്കണം, ഈ പ്രൈസ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ലാഭകരമാണോ, അല്ലത് നഷ്ട പ്രൈസാണോ, അല്ല ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളുണ്ടെങ്കിൽ ഞാനുണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊരു സമീപനം എല്ലാവരും വെൻഡേഴ്സ്. കാരണം വെൻഡേഴ്സ് ഓൾസോ ഒരു ബാങ്ക് മാത്രമല്ല, വെൻഡർ കൂടെ നമുക്ക് ക്രെഡിറ്റ് തന്നിട്ട് നമുക്ക് ക്രെഡിറ്റ് തരുന്നവരാണ് വെൻഡേഴ്സ്. സോ ക്രെഡിറ്റ് അവരടുത്ത് വാങ്ങുകയാണെങ്കിലും അതൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിയുന്നതും ക്രെഡിറ്റ് അവോയ്ഡ് ചെയ്യുക, ബെസ്റ്റ് പ്രൈസിന് വാങ്ങിക്കുക, നല്ല വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലൊരു പ്രൈസ് പിഴിഞ്ഞെടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം അവരുടെ നിലനിൽപ്പ് പോയാൽ നമ്മുടെ നിലനിൽപ്പ് തകരും. സോ ദയവ് ചെയ്ത് വെൻഡേഴ്സിനെ ഒരു ഫ്രണ്ടായി കണ്ടുകൊണ്ട് അവരും അതേമാതിരി കമ്പനിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് വരുന്നൊരു വെണ്ടറാണ്. അവരും നമ്മളെ പ്രതീക്ഷിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അവരുടെ പില്ലേഴ്സായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് 10 വെൻഡേഴ്സിന് പകരം 2 വെണ്ടറോ 3 വെണ്ടറോ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരോട് സംസാരിക്കുക. അങ്ങനെ ഒരു പ്രൈസിങ് സിസ്റ്റം, 2 പേരും നഷ്ടപ്പെടാത്ത രീതിയിലൊരു പ്രൈസിങ് സിസ്റ്റവും കറക്റ്റായ സമയത്തിന് സാധനം കിട്ടാനും, നിങ്ങളുടെ എന്തെങ്കിലും മാർക്കറ്റിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് അത് പരിഹരിക്കാനും, ആ രീതിയിലാണ് ഒരു വെണ്ടർ കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെണ്ടറിനെ വന്നിട്ട് ഒരു വെറുത്തമാതിരിയുള്ള ബിഹേവിയറും കാശ് ചോദിക്കുമ്പോൾ എടുത്ത് എറിയുന്ന പ്രസ്ഥാനങ്ങളും പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സാധനം വാങ്ങുമ്പോൾ ഒരു സ്വഭാവം, സാധനം വാങ്ങി കഴിയുമ്പോൾ ഒരു സ്വഭാവം, അതെല്ലാം വന്ന് നമ്മുടെ ബിസിനസ്സിന് ഹാനികരമാണ്. ദയവ് ചെയ്ത് ഇതെല്ലാം ഒരു ചെറിയ എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ 40 വർഷത്തെ 40ൽ പരം ഇൻഡസ്ട്രിയിൽ പ്രാക്ടിക്കലായി വർക്ക് ചെയ്തതിൻ്റെ അനുഭവങ്ങൾ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു പുസ്തകം വായിച്ച പുസ്തകത്തൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല. അതിൽ നിന്ന് എന്തെങ്കിലും സക്സസ്ഫുള്ളായ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പറഞ്ഞു തരും, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ മുകേഷ് അംബാനി സാറുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുള്ളി മാതാവിനോടാണ് ബഹുമാനം. എത്രയോ വലിയൊരു കെട്ടിടത്തിലിരുന്നാലും തൻ്റെ മാതാവിനെ കണ്ട് 10 നിമിഷം ചെലവഴിച്ച് അനുഗ്രഹം വാങ്ങി മാത്രമേ പുള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. ആ മാതാവിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ മാതാവിൻ്റെ ഉൾമനസ്സെന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് പുള്ളിയുടെ വളർച്ച. അതുകൊണ്ട് പുള്ളി ഇന്ന് സക്സസ്ഫുൾ ബിസിനസ് മാത്രമല്ല, ഒരു സക്സസ്ഫുൾ ഫാമിലി ബിസിനസ്മാൻ. ഈ വേൾഡിൽ പല ബിസിനസ്സുകാരും നമുക്ക് കാണാൻ കഴിയും. അവർ ബിസിനസ്സിൽ സക്സസ് ആയെങ്കിലും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഫെയിലിയേഴ്സ് നിറയെ കാണാം. അതുകൊണ്ട് വളരെ ഒരു റോൾ മോഡലായി തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരാളാണ് ഈ മുകേഷ് അംബാനി സാറ്. അതേമാതിരിയാണ് നമ്മുടെ യൂസഫ് അലി ഖദർ സാറ്. പുള്ളി എത്രയോ വലിയ ബിസിനസ്സുകൾ ഉണ്ടെങ്കിലും പുള്ളിയുടേതായ ഫാമിലി ലൈഫ് വെരി സക്സസ്ഫുൾ. കാരണം പടച്ചോൻ്റെ കൃപയാണ് പുള്ളിക്ക്. പുള്ളി എല്ലാവർക്കും കൊടുക്കുന്നു സ്നേഹം, അതേമാതിരി പടച്ചോനും കൊടുക്കുന്നു സ്നേഹം.
ആ പടച്ചവൻ്റെ അനുഗ്രഹം ഇന്ന് പുള്ളി ഒരു ബിസിനസ്മാൻ മാത്രമല്ല, ഒരു നല്ല ഫാമിലി കൂടെ പുള്ളി ഉണ്ടാക്കി. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. ഫാമിലി സന്തോഷപ്പെട്ടാൽ മാത്രമേ ലൈഫിൽ നമുക്ക് സന്തോഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മുടെ വളർച്ചയ്ക്ക് അവരുടെ പിന്തുണ വളരെ ആവശ്യമാണ്. ദൈവകാരുണ്യം, പ്രകൃതിയെ സ്നേഹിക്കുക, ഫാമിലിയെ സ്നേഹിക്കുക, നിങ്ങളുടെ സ്റ്റാഫിനെ സ്നേഹിക്കുക, നിങ്ങളുടെ കസ്റ്റമറെ സ്നേഹിക്കുക. നിങ്ങളുടെ വിജയരഹസ്യം ഇത് മാത്രമാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. വിജയിക്കട്ടെ നിങ്ങളുടെ ബിസിനസ്.